ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചിന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാന്ത്യത്തെക്കുറിച്ചാണ്. യുഗാന്ത്യത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 24-ാം അധ്യായത്തില് 3 മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അതിനുശേഷമാണ് ഈശോയുടെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ഈശോ പറയുന്നത്. വേദനകളുടെ ആരംഭം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവേ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തു ആണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായി, രാജ്യം രാജ്യത്തിനെതിരായി ഉയർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ വായിച്ചു കേട്ടു യുഗാന്ത്യത്തെക്കുറിച്ച്. നമുക്ക് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായി മാറട്ടെ. ദൈവം നമ്മളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും ആമേൻ.